ഞങ്ങളെല്ലാവരും ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ് ഒറ്റപ്പാലം ഡിവിഷൻ എന്ന് വരികയാണ്. ഒറ്റപ്പാലം പോസ്റ്റ് ഓഫീസിൽ പല പല ഏരിയയിൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന പോസ്റ്റ്മാൻമാർ, PS അങ്ങനെ എല്ലാ സ്റ്റാഫുകളും ഉണ്ട്. ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു ട്രിപ്പായിരുന്നു ഇത്. ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്ലാൻ ചെയ്ത ഡെസ്റ്റിനേഷൻ വേറെ ആയിരുന്നു. പെട്ടെന്ന് അവിടെ ഒരു പ്രശ്നം വന്നപ്പോൾ അറ്റ് ദ എൻഡ് മൊമെന്റിൽ ഞങ്ങൾക്ക് അടുത്ത് എന്ന് പറയാൻ ഇത് എല്ലാവരും കേട്ടറിഞ്ഞ് പറഞ്ഞറിഞ്ഞ് വളരെ ഫെസിലിറ്റീസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ നെറ്റിലൊക്കെ നോക്കി ഇവിടെ എത്തിപ്പെട്ടു. ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങളുടെ ആ തീരുമാനം വെറുതെ ആയില്ല. ഞങ്ങളത് ക്യാൻസൽ ചെയ്യാൻ വെച്ചിരുന്ന ട്രിപ്പായിരുന്നു. പക്ഷെ അത് ഞങ്ങൾക്ക് വളരെയധികം വർത്താണ് എന്നുള്ളത് ഈ നിമിഷം ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഞങ്ങൾ വന്ന സമയത്ത് ടെന്റാണ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയത്. അതെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഞങ്ങൾ 5 പേര് വെച്ച് ഞങ്ങൾ സ്റ്റേ ചെയ്തു. വളരെ നൈസ് ആയിരുന്നു. എല്ലാ ഫെസിലിറ്റീസ്, റൂമിൽ AC, നമ്മുടെ ബാത്റൂം ഫെസിലിറ്റീസ് എല്ലാം അടിപൊളിയായിരുന്നു ടെന്റിൽ. അതുപോലെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇവിടെ എൻജോയ് ചെയ്തത് പൂളിലായിരുന്നു. ഞങ്ങളവിടെ തകർത്ത് ഞങ്ങളുടെ എല്ലാ ടൈമും പൂളിൽ ഞങ്ങൾ ഒരുപാട് നേരം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ ഇവിടുത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് പറയാതിരിക്കാൻ വയ്യ, സെറ്റായിരുന്നു. ഒരു ഹോംലി ടച്ച് തോന്നിയിരുന്നു. അതുപോലെ സ്റ്റാഫ് നമ്മളോടുള്ള ബിഹേവിയർ, അവരെല്ലാ സമയത്തും ഏത് നിമിഷം വിളിച്ചാലും ഓടി വന്ന് ഞങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്. അതുപോലെ ഇവിടുത്തെ എല്ലാ സീനറീസും, നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഒരുപാട് സ്പേസ് ഇവിടെ ഉണ്ട്. സമയം കിട്ടിയില്ല ഞങ്ങൾക്ക്, ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഒരു ദിവസം കൂടി എക്സ്ട്രാ നിൽക്കണമെന്ന് തോന്നുന്നുണ്ട്, പക്ഷെ ടൈമില്ല. അപ്പോൾ മാക്സിമം എല്ലാവരും ഇവിടെ വന്ന് ഇവിടുത്തെ എല്ലാ അറ്റ്മോസ്ഫിയറും എൻജോയ് ചെയ്യണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എല്ലാവരും ഇവിടെ വരണം, ഇവിടുത്തെ സർവീസൊക്കെ അനുഭവിച്ച് ഇവിടുന്ന് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്ത് നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഞങ്ങളെപ്പോലെ നിങ്ങൾക്കും ഒരുപാട് മെമ്മറീസ് ഒക്കെ കിട്ടാനും ഹെൽപ്ഫുൾ ആവണം. ആനമല റിസോർട്ടിലുള്ള എല്ലാ സ്റ്റാഫിനോടും ഞങ്ങളെ നന്ദി രേഖപ്പെടുത്തുന്നു.